ഹായ് എവ്രിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ച സമയത്ത് ചെയ്ത കുറച്ച് ഇന്റേൺഷിപ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. 2018 ജൂൺ മാസത്തിലാണ് ഞാൻ MSW പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഓവർ ദ കോഴ്സ് ഞാൻ ചെയ്തത് 4 ഇന്റേൺഷിപ്സ് ആണ്. എൻ്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ജൂലൈ എൻഡ് തൊട്ട് ഓഗസ്റ്റ് എൻഡ് വരെ ആയിരുന്നു. അത് സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലായിരുന്നു. പൊതുവേ ആരും അങ്ങനെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ഒരു മെഡിക്കൽ സെറ്റിങ്ങിന് ചെയ്യാറില്ല. എന്നോടും ആളുകൾ അത് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ അത് തന്നെയാണ് ചൂസ് ചെയ്തത്. സെൻറ്റ് ജോൺസിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട് നമുക്ക് ഇന്റേൺഷിപ്സ് അവൈലബിൾ ആണ്. മെഡിക്കൽ സോഷ്യൽ വർക്ക്, സൈക്യാട്രി സോഷ്യൽ വർക്ക് ആൻഡ് ഇപ്പോൾ പാലിയേറ്റീവ് കെയർ സോഷ്യൽ വർക്കിലും ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ്. ഞാൻ അതിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്കാണ്. അവിടെ അന്നൊരു 6,000 റുപ്പീസ് ആയിരുന്നു 1 മന്ത് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ്. സോ ഡ്യൂറിങ് ദ ഫസ്റ്റ് മന്ത് ഓഫ് മൈ ഇന്റേൺഷിപ്പ് ജനറലി ഒരു ഹോസ്പിറ്റലിൽ സോഷ്യൽ വർക്കേഴ്സ് എന്തൊക്കെയാണ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് റിയൽ ലൈഫിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നും ഒക്കെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി. സോ ഓവറോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ഇന്റേൺഷിപ്പ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ഏറ്റവും മെയിനായിട്ട് നോട്ട് ചെയ്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് അവിടെ കൂടുതലും ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ളതും വെൽഫെയർ ബെനിഫിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതും വിത്ത് ദ എക്സിസ്റ്റിംഗ് ഫണ്ട്സ് ദ ഹോസ്പിറ്റൽ. അല്ലാതെ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ഫണ്ട് മൊബിലൈസേഷൻ ഒന്നും നടക്കുന്നതായിട്ട് ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സെക്കൻഡ് ഇന്റേൺഷിപ്പ് കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സന്തുല ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സൈക്യാട്രി സെറ്റിങ്ങിലായിരുന്നു. ഈ ഇന്റേൺഷിപ്പിന്റെ ഡ്യൂറേഷൻ 2 മന്ത്സ് ആയിരുന്നു. അവിടെ തന്നെ സ്റ്റേ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഇന്റേൺഷിപ്പ് സാഹചര്യം ആയിരുന്നതുകൊണ്ട് ഞാനത് വളരെയധികം എൻജോയ് ചെയ്തൊരു ഇന്റേൺഷിപ്പ് കൂടെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ പേയ്മെൻറ്റ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ ക്വൈറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ വെച്ച് ഒരുപാട് സൈക്യാട്രിക് കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു തിയറിറ്റിക്കൽ നോളജ് ലൈക്ക് സൈക്കാട്രിക് കണ്ടീഷൻസിൻ്റെയൊക്കെ ഒരു തിയറിറ്റിക്കൽ നോളജും നന്നായിട്ട് പഠിക്കാനുള്ളൊരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ തേർഡ് ആൻഡ് ഫോർത്ത് ഇന്റേൺഷിപ്പ് ഞാൻ എൻ്റെ നാട്ടിൽ കൊല്ലത്ത് തന്നെയാണ് ചെയ്തത്. അത് വീട്ടിൽ നിന്ന് പോയി വരാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്യാൻ കാര്യം. സോ മൈ തേർഡ് ഇന്റേൺഷിപ്പ് വാസ് ഇൻ ക്വൈലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇന്റേൺഷിപ്പ് ആയിരുന്നു ആൻഡ് വാസ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 1 മന്ത്. ഈ ഓർഗനൈസേഷൻ മെയിനായിട്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ലോക്കൽ റിസോഴ്സ് മൊബിലൈസേഷൻ, അതുപോലെ തന്നെ വിമൻ എംപവർമെൻറ്റ്, റീഹാബിലിറ്റേഷൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ലാസ്റ്റ് ഇന്റേൺഷിപ്പ് 2020 ജാൻ ടു ഫെബ് ഒരു 2 മാസം ഡ്യൂറേഷനുള്ള ഇന്റേൺഷിപ്പ് ആയിരുന്നു. അത് ഞാൻ ചെയ്തത് KRDA എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള സുരക്ഷ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലായിരുന്നു. ഈ പ്രോജക്റ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ടു പ്രിവെൻറ്റ് അൺസേഫ് സെക്ഷൽ പ്രാക്ടീസസ് ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ആൻഡ് കൺട്രോൾ ദി സ്പ്രെഡ് ഓഫ് HIV/AIDS. ഇവർ പല കോർ ഗ്രൂപ്പ്സുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇൻവോൾവ് ആയ ഈ പ്രോജക്റ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫീമെയിൽ സെക്സ് വർക്കേഴ്സിനിടയിലുള്ള വർക്കാണ്. സോ ഇതാണ് ഞാൻ എൻ്റെ കോഴ്സിനിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്റേൺഷിപ്സിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഇന്റേൺഷിപ്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആൻഡ് ഒരു പുതിയ അനുഭവമായിരുന്നു തുടക്കത്തിൽ. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു 6 മന്ത്സ് കണ്ടിന്യൂസ് ഇന്റേൺഷിപ്പ്, അതും കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച സെയിം സ്ഥലത്തായിരുന്നു. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഇന്റേൺഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ആൻഡ് ഓൾസോ ദ ഫാക്ട് ദാറ്റ് MSW സൈക്കോളജി ഒക്കെ പോലെയുള്ള ഈ കോഴ്സുകളിൽ നമുക്ക് വേണ്ടിയുള്ള ഇന്റേൺഷിപ്സ് എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യവും എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് കുറച്ചുകൂടെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഞാൻ ജോലി ഫോക്കസ്ഡ് ഒക്കെ ആയിട്ട് ചൂസ് ചെയ്തേനെ. പക്ഷേ ഞാനിപ്പോൾ ചെയ്ത ഇന്റേൺഷിപ്സ് ഒന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ എനിക്ക് നല്ല ലേണിംഗ് എക്സ്പീരിയൻസസ് തന്നെയായിരുന്നു. കുറച്ച് പേരൊക്കെ എന്നോട് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എനിക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സൂൺ അപ്ലോഡ് വീഡിയോസ് ഓൺ ദാറ്റ്. So stay tuned to this channel for more videos and I'll see you all in the next video. Bye bye.